ഇത് പാലാരിവട്ടത്ത് ജോയേട്ടൻ. ജോയേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. അപ്പം അങ്ങക്ക് ഉമ്മൻചാണ്ടി നമ്മുടെ കുഞ്ഞ് പഴയ മുഖ്യമന്ത്രിയായിട്ട് പരിചയമുണ്ട്, ബാലജനസഖ്യം വഴി എന്ന് പറഞ്ഞല്ലോ. അപ്പം അതിനെക്കുറിച്ച് 2-3 മിനിറ്റ് എന്തെങ്കിലും ഒരു അനുഭവം പറയാൻ വേണ്ടി മാത്രം. ഞാൻ മീനടം സ്വദേശിയാണ്. ആ മീനടം എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളി കോൺസ്റ്റിറ്റ്യുവൻസിപ്പെട്ടതാ. ഓ ഓ ഞങ്ങളുടെ അവിടെ ഈ ഉമ്മൻചാണ്ടി ഫാൻസ് ധാരാളമാണ്. അതെ അല്ലേ. മറ്റാരും ഇല്ല അവിടെ. ആ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, പക്ഷേ അവർ ഉമ്മൻചാണ്ടിക്ക് വോട്ട് ചെയ്യും. ഓ കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞ നാടിൻ്റെ ഒരഭിമാനമാണ്. അതെ അതെ. കാരണം അയാൾക്ക് ജാതിയോ മതമോ പ്രാദേശികമൊന്നും വിഷയമില്ല. ആരെന്ത് എന്ന് പറഞ്ഞാൽ ആ അയാളെ പിടിക്കും. അയാളെ MLA ആയിരിക്കുമ്പോൾ പോലും ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. അങ്ങനെ MLA കോഴ്സ് ഞാൻ ചെന്ന് അങ്ങനെ കാണാൻ ചെന്നിട്ട് അങ്ങേർക്ക് അവിടെ കിടക്കാൻ പോലും അത് മുഴുവൻ പുതുപ്പള്ളിക്കാരെ പിള്ളേരും നാട്ടുകാരും കൈകരിക്കുക. പുള്ളി നിരത്തി ആളെ വിളിച്ച് കിടന്നാണ്. എനിക്ക് അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട് ചില കാര്യങ്ങൾ. ആ മനുഷ്യന് MLA കോഴ്സിൽ ചെന്നാലോ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. ഈയുടെ പേര് പറഞ്ഞ അവിടെ വീറ്റയും കുടിക്കുക. ശരി. പുള്ളിക്ക് ഒരു വിരോധമില്ല. പലപ്പോഴും പട്ടിണിയായിട്ടാണ് അസംബ്ലിയിൽ പോയിട്ട് മന്ത്രി അയക്കുമ്പം പോലും മന്ത്രി വന്നിട്ടുണ്ടാകുന്ന ജീവിതം അവിടെയും ഇത് തന്നെയായിരുന്നു. അത്രയ്ക്ക് നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആ മനുഷ്യനെ കാണുന്നത് രാപകലില്ലാതെ കഷ്ടപ്പെട്ട് വീടുകളിൽ കയറി കിടക്കുന്ന ഒരു സ്ഥാനാർത്ഥി വീടുകളിൽ വന്നിരുന്ന അങ്ങ് ഉറങ്ങിപ്പോവും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പുള്ളിക്കുണ്ട്. കാരണം ഉറക്കമില്ല. അങ്ങനെ അപ്പൻ അമ്മയൊക്കെ പഴയ രാഷ്ട്രീയക്കാരാണ്. ഉമ്മൻചാണ്ടി ഇപ്പം മകനും ബാക്കിയായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിയിലെ ഒരു പഴയ കുടുംബക്കാരനുമാണ്. സാമ്പത്തികമായി പുതുപ്പള്ളി പള്ളിയുടെ ഒരാളുമാണ്. ആ പുതുപ്പള്ളി പള്ളിക്കാരാണ് ഇപ്പം അത് പ്രയോജനപ്പെടുത്തുന്നത്. ഇങ്ങനെയൊക്കെ പാവകക്ഷി മെക്കാനിക്സില്ല. പക്ഷേ മെക്കാനിക്സിക്കാരങ്ങനെ ആൾക്കാരായും എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കവറൊക്കെ അവിടെയുണ്ട്. ഞാനിവിടെ പോയി കണ്ടതാണ്. അതിൻ്റെ കവറൊക്കെ പണിയാൻ പറ്റിയിരിക്കുന്ന അച്ഛന്മാരെ കുഴിച്ചിടുന്ന സ്ഥലത്താണ്. സാധാരണ അവിടെ ഇരുന്നതല്ല. ഇങ്ങനെയൊക്കെ പ്രത്യേകത അവർ കൊടുത്തിരിക്കുക. അത് പള്ളിക്കാരുടെ ഒരു കുൽസിത ബുദ്ധിയാ. എന്നാലും അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഞങ്ങളൊക്കെ ഇപ്പോൾ പോയാലും ഞാൻ പോയി ആരെങ്കിലും ഞാൻ പലരെയും കൊണ്ടുപോയി അവിടെ കൊണ്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. പുതുപ്പള്ളി കാണണമെന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വണ്ടി ഓടിക്കാത്തതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റും. ഇപ്പം ഞാനത് കാരണം ആ പാർട്ടിക്ക് വല്ലപ്പോഴും കൂടുതൽ വണ്ടി ഉണ്ടെങ്കിൽ തന്നെ വണ്ടി ഞാനിപ്പോൾ ഓടിക്കുന്നു. അനേക വർഷം ഓടിച്ചാണ് ഈ ബാലജനസഖ്യമായിട്ടാണല്ലോ കൂടുതൽ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഈ മനോരമക്കാരുടെ ഒരു റിലേഷനാണ്. അറിയാം ഈ പറഞ്ഞ ബാലൻസ്. അറിയാം. അതിപ്പം ഇപ്പോഴും അവരുടെ ഉണ്ടത്. ഉണ്ട്. ചേർപ്പിലൊക്കെ ഉണ്ട്. ശങ്കരച്ചേട്ടൻ എന്നുള്ള പേരിൽ ഒരാളുണ്ടാവും. കലാകാരൻ മാത്യുവിൻ്റെ അനിയനായിരുന്നു ഈ ശങ്കരച്ചേട്ടൻ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ മീനത്തൊരു യൂണിറ്റ് ഉണ്ടാക്കി. യൂണിറ്റിൻ്റെ അന്ന് കുഞ്ഞുഞ്ഞിനെ വിളിക്കാതെ ഒരു സംഭവമില്ല. യൂണിറ്റൊക്കെ പിന്നീട് തല്ലിപ്പൊളിഞ്ഞു പോയി. പക്ഷെ അങ്ങനെയാണ് ബന്ധം. ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തെ നേരിട്ട് കണ്ടത്. ഇങ്ങനെ അവിടെ നിന്ന് മരിക്കുന്നവരെ മരിച്ചു കഴിഞ്ഞപ്പോൾ മകനും പുതുപ്പള്ളിയിൽ നിന്ന് തോറ്റിട്ടില്ല. ആ കോട്ടയം ജില്ലയിലെ കോൺഗ്രസിനുള്ള ഏക സീറ്റായിരുന്നു. അത് ബാക്കി കേമാണി കൊണ്ടുപോയത്. പാല കേമാണി ആയിരുന്നല്ലോ പാല. കഴിഞ്ഞ മാണി എന്ന് പറഞ്ഞാൽ എല്ലാ അടവും പഠിച്ച വ്യക്തിയാണ്. അങ്ങനെ അവിടെ പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അങ്ങോട്ട് കുറച്ച് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഉണ്ടായിരുന്നു. പക്ഷെ
100% പോസിറ്റീവായിരുന്നു കുഞ്ഞു. അതാണ് വ്യത്യാസം. അങ്ങനെയല്ല. അല്ല, 100% പോസിറ്റീവ്. നല്ല നല്ല നടപടികൾ, എളിമ. അടിമയുള്ള ആളാണ്. അങ്ങനെ അവന് മരിച്ച പങ്കാളി ആ ശവസംസ്കാര ഘോഷയാത്രയൊക്കെ നമ്മൾ കണ്ടു. അതെ. മറ്റാർക്കും കിട്ടാത്ത മകനും ആ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. അപ്പനോടൊപ്പം മകനും അതേ മകനും ഉണ്ടായിരുന്നു. അല്ല, അച്ഛന്റെ അല്ലെ അപ്പോഴും മകനും അവിടെയല്ലേ. അതെ, അപ്പന്റെ ആ ഒരു പോസിറ്റീവ്സ് ഒക്കെ മകനുമുണ്ട് തോന്നുന്നു. കുറെ കാലത്തേക്ക് പുതുപ്പള്ളി വരാനും നോക്കണ്ട. ഏതാണ്ട് 50 വർഷവും കുഞ്ഞുഞ്ഞായിരുന്നു അതിന്റെ പ്രതിനിധി. അപ്പോൾ ഇതൊന്നും ചിത്രീകരിക്കണം എനിക്ക് വലിയ, ഞാൻ 2-3 ദിവസമായിട്ട് നിൽക്കണം. അതായത് വലിയ സന്തോഷം. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ചേർപ്പ് സ്വദേശിയാണ്. അതായത് തൃശ്ശൂർ ജില്ല പെരുവനം ഗ്രാമത്തിൻ്റെ അടുത്ത്. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, സന്തോഷം. താങ്ക് യു.